ചോദിക്കുന്നതും അതാണ് ഈ പ്രോജക്റ്റിൻ്റെ യഥാർത്ഥ ജീവൻ. അതുകൊണ്ട് തന്നെ നിങ്ങളെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടക്കുന്ന പരീക്ഷ കാരണം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നേരത്തെ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് ഈ ക്ലാസ്സുകൾ, പ്രത്യേകിച്ചും ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളുടെ സൗകര്യവും നമ്മളുടെ വിഷയത്തിൻ്റെ തുടർച്ചയും അനുസരിച്ച് നമ്മൾ ക്ലാസ്സുമായിട്ട് പോവുകയാണ്. ഇനി ഡോക്ടർ അച്യുത് ശങ്കർ പരിചയപ്പെടുത്തേണ്ട ആവശ്യം അക്കാഡമിക് മേഖലയിലില്ല. കാരണം അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ വളരെ ദശാബ്ദങ്ങളായി അവിടെ പ്രവർത്തിക്കുകയും അവസാനമായി അദ്ദേഹം അവിടെ അധ്യക്ഷനായിരുന്നത് കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന ആധുനിക ശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനായിട്ടാണ്. വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വകുപ്പിൽ കാഴ്ചവെച്ച് അതിനും പുറമെ കേരള സർവകലാശാലയുടെ സെനറ്റ്, സിൻഡിക്കേറ്റ്, അതുപോലെയുള്ള ഫാക്കൽറ്റി തുടങ്ങിയ പല വേദികളിലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. അതെപ്പോഴും തികച്ചും വ്യത്യസ്തമായ ഒരു ശബ്ദം എപ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകി വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ അച്യുത് ശങ്കറിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ കരിയറിനിടയ്ക്ക് പല സംഗതികളും പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്ന് സീഡിറ്റ് എന്ന ഇമേജിംഗ് ഗവേഷണ സ്ഥാപനത്തിൻ്റെ, കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സീഡിറ്റ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, അതിൻ്റെ ഡയറക്ടറായിട്ടും കുറച്ചു കാലം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം 2 PhD ഉള്ള ഒരു വ്യക്തിയാണ്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ വിഷയം തന്നെയാണ്. മറ്റേത് പലർക്കും അറിയാവുന്നതുപോലെ മറ്റുള്ളവരെല്ലാം മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം. അദ്ദേഹം സംഗീതത്തിൽ കൂടി PhD ബിരുദം നേടിയിട്ടുള്ള ആളാണ്, ഒരു സംഗീതജ്ഞനാണ്. അങ്ങനെ ഒട്ടേറെ സർഗാത്മകമായ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തെളിയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നവേഷൻ പ്രോജക്റ്റിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അദ്ദേഹം ഒട്ടേറെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ഗവേഷണത്തിന് നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ